സംസ്ഥാന ബജറ്റ് നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും വയനാട് പുനരധിവാസത്തിന് ഊന്നൽ നൽകിയും ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാനാകും ധനമന്ത്രിയുടെ ശ്രമം. വരുമാന വർധന ലക്ഷ്യമിട്ട് സേവനങ്ങൾക്കായുള്ള ഫീസും പിഴയും കൂട്ടിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നതിനാൽ ബജറ്റിൽ കടുത്ത നടപടികളിലേക്ക് ധനമന്ത്രി കടക്കാൻ സാധ്യതയില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പരിഗണിക്കാത്തതിനാൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് സംസ്ഥാന ബജറ്റിൽ ഊന്നലുണ്ടാകും. കഴിഞ്ഞ 4 ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ 1 രൂപ പോലും വർദ്ധിപ്പിക്കാത്ത KN ബാലഗോപാൽ ഇത്തവണ അതിന് പരിഹാരം കണ്ടേക്കും. പ്രകടന പത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കില്ലെങ്കിലും 100 മുതൽ 200 വരെയുള്ള വർധനവാണ് ധനമന്ത്രിയുടെ പരിഗണനയിലുള്ളതെന്നാണ് സൂചന. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. അധിക വരുമാനത്തിനായി മോട്ടോർ വാഹന നികുതി, ഭൂനികുതി എന്നിവയ്ക്കുമേൽ സെസ്, സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും വർദ്ധിപ്പിക്കും. പുതുതലമുറ വ്യവസായങ്ങൾക്കായുള്ള പ്രഖ്യാപനങ്ങളും ഇടപിടിക്കുമെന്നാണ് വിവരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കൂട്ടിയേക്കും. വിഴിഞ്ഞത്തിനും വയനാടിനും ഊന്നൽ നൽകുന്ന ബജറ്റ് സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളെയും പരിഗണിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നെല്ല്, റബ്ബർ തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ടാകുമെന്നാണ് സൂചന. നാളെ രാവിലെ 9 മണിക്കാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.